PMLA-യുടെ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകളുണ്ട്. നോക്കൂ, PMLA-ക്ക് ഇത്രയും അധികം വലിയ മൂർച്ചയുള്ള പല്ലുകൾ വരുന്നത് 2002 അമെൻമെൻറ്റിന് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്നുള്ളതിന് എൻ്റെ പല്ലുകൾക്ക് മൂർച്ച കൂടി, അതിനെ രാജ്യദ്രോഹ കുറ്റം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. ഇതിനകത്ത് തെളിവുകൾ ഹാജരാക്കേണ്ടി വരുന്നത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. നോക്കൂ, സാധാരണ കേസുകളിൽ അങ്ങനല്ല. അവിടെ നിങ്ങൾ പ്രൂഫ് ഓഫ് ബർഡൻ എന്നുള്ളത് ഒരു കുറ്റവാളിയുടെ മേലിലല്ല ഉള്ളത്, അവിടെ പ്രോസിക്യൂഷന് മേലിലാണെങ്കിൽ. ഇവിടെ തിരിച്ചാണ്. പ്രൂഫ് ഓഫ് ബർഡൻ എന്നുള്ളത് എനിക്കെതിരെയാണ് ഒരു ED കേസെങ്കിൽ ഞാനാണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഇവിടെ പ്രോസിക്യൂഷൻ ആ ഉത്തരവാദിത്വം ഇല്ല. പകരം ഞാൻ തെളിയിക്കണം, ഞാൻ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിന് നിയമപരമായി ഇപ്പോൾ CMRL തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ CMRL പോയത് നിലവിൽ എല്ലാ അന്വേഷണവും നിർത്തിവെക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ CMRL തിരിച്ചടിയാണ്. സാങ്കേതികമായി അത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നിലവിൽ PMLA-യുടെ സെക്ഷൻ 40, സെക്ഷൻ 48, സെക്ഷൻ 50 വളരെ പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ ആദ്യഘട്ടത്തിൽ പറയുന്നത്. എന്താണ്? സെക്ഷൻ 48 പ്രകാരം ഒരു ഇനിഷ്യേഷൻ ഓഫ് സിവിൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് സാധ്യമാണ്. എപ്പോൾ? ഒരു ECIR രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും, ഒരു FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വരാത്ത സാഹചര്യത്തിൽ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് PMLA സെക്ഷൻ 48 പ്രകാരം ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന്, ഒരു തരത്തിലുള്ള സിവിൽ ആക്ഷൻ നടത്തുന്നതിന്, പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് നടത്തുന്നതിന് തടസ്സമില്ല. അതാണ് സെക്ഷൻ 48. ഇതേ PMLA-യുടെ 50-ാമത്തെ സെക്ഷൻ പ്രകാരം നിങ്ങൾക്കൊരാൾക്ക് സമൻസ് ചെയ്യുന്നതിനും ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഒരു പ്രീ കണ്ടീഷൻ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വേണ്ട നിങ്ങൾക്കൊരാളെ സമൻസ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നാളെ വീണ ടിക്ക് സമൻസ് കൊടുക്കാം, നോ ഇഷ്യൂ. നാളെ നമ്മുടെ CMRL-ലുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സമൻസ് കൊടുക്കാം. അവരെ വിളിച്ചു വരുത്താം, ഒന്നിലധികം തവണ വിളിച്ചു വരുത്താം, രേഖകൾ ആവശ്യപ്പെടാം. സംശയമുണ്ട് എന്ന് കരുതുന്ന അവരുടെ സ്വത്തുക്കൾ ഇപ്പോൾ HDFC-യിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ CMRL-ന്റെ വിവിധ 242 അക്കൗണ്ടുകളിൽ നിന്നായി 18 കോടിയോളം രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാം, ഒരു തടസ്സവുമില്ല. കാര്യം അത് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന കാറ്റഗറിയിലാണ് വരിക. അത് PMLA സെക്ഷൻ 48 പ്രകാരവും സെക്ഷൻ 50 പ്രകാരവും EDക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഈ വിധിയുടെ രത്നച്ചുരുക്കം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിവിലായിട്ട് വിളിച്ചു വരുത്തുന്നതിനും മൊഴിയെടുക്കുന്നതിനും വേണ്ടി വന്നാൽ ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച പണം അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണം കണ്ടുകെട്ടി അത് താൽക്കാലികമായി അറ്റാച്ച് ചെയ്യുന്നതിനും തടസ്സമില്ല. ഇതാണ് ഈ വിധിയുടെ രത്നച്ചുരുക്കം. ഇത് അടിയാണോ എന്ന് ചോദിച്ചാൽ ഈ നടപടിയെല്ലാം നിർത്തിവെക്കണമെന്ന CMRL-ന്റെ ഹർജിക്കേറ്റ അടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വീണ ടിക്ക് അടിയാണോ? തീർച്ചയായിട്ടും വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തിരിച്ചാണ് വിധി വന്നിരുന്നതെങ്കിൽ വീണ ടിയിലേക്ക് സമൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വീണ ടിക്ക് സമൻസ് ഉണ്ടാവും. വീണ ടി സ്വാഭാവികമായും മൊഴി നൽകാൻ പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും.